വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെയ്മീൻ്റെ തല കൊണ്ട് ഒരു മുളക് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കിലോ നെയ്മീൻ്റെ തല ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത്, പിന്നെ അതിലേക്ക് കുടംപുളി കഴുകിയ വെള്ളവും അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ ഇതിനൊരു ചെറിയൊരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടാവും, തലയും കൂടി ആയതുകൊണ്ട്. അങ്ങനെ കഴുകിയെടുത്ത് വെച്ച കഷ്ണങ്ങളാണിത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 10-15 വെളുത്തുള്ളി ചതച്ചെടുത്തത്, അതുപോലെ 10-20 ചെറിയ ഉള്ളി നന്നായി ചതച്ചെടുത്തത്. പിന്നെ ഞാനിതിലേക്ക് ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കറിവേപ്പില ഇടാം. പിന്നെ അതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടി വേണം. ഈ മുളക് പൊടി 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും അതുപോലെ 2 ടീസ്പൂൺ സാധാരണ നോർമലായിട്ടുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇത് ഒരു കറിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് വേണം. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 5 കുടംപുളി നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നെയ്മീൻ തലക്കറി തയ്യാറാക്കാൻ പോകുന്നത്. ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം കടുകും പിന്നെ ഉലുവയിട്ട് പൊട്ടിക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് പകുതി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന ചെറിയുള്ളിലേക്ക് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത് പച്ചമണമൊക്കെ മാറിയ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കിനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളി നമുക്ക് ഈ പൊടികളൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം തോട് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതീയിൽ 1 മിനിറ്റ് ഒന്ന് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയാനായിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 തുടങ്ങി 2 ഗ്ലാസ് വരെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിനും കൂടി ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തീ കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിനി തലക്കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്ത്
ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിൽ കിടന്ന് നന്നായി വെന്ത ഈ മീൻകറിയിലേക്ക് നമുക്കിനി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിന് മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം അങ്ങനെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് അങ്ങിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇനി അടച്ചു വെച്ച് ഇതൊരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. കുറച്ച് നേരം വച്ചതിന് ശേഷം നമ്മളത് തുറന്ന് ഉപയോഗിക്കാൻ പോകുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ നെയ്മീൻ തലക്കറി കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നമ്മളിതിനു മുമ്പ് ആലപ്പുഴ സ്പെഷ്യലായിട്ടുള്ള കള്ളുഷാപ്പിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ചൂരമീൻ കൊണ്ടുള്ള തലക്കറി നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.